30 വയസ്സ് കഴിഞ്ഞു. ജീവിതം എവിടെയും സെറ്റിലായില്ല ചേട്ടാ. അങ്ങനെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് വിട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, 30 വയസ്സ് കഴിഞ്ഞല്ലല്ലോ, ഇനി സമയമുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ചോദിച്ചു, അയ്യോ അങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാനൊരു കഥ പറയാം. ഒരു മെക്കാനിക് ഷോപ്പിലെ ഒരു മിൽക്ക് ഷേക്ക് മെഷീൻ്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്ത് വരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കുറേ വർഷങ്ങളായി ഏകദേശം 50-52 വയസ്സായിട്ടും ആ സെയിം ജോലി തന്നെ ചെയ്ത് ജീവിതം എവിടെ എത്തുന്നില്ല, ഫൈനാൻഷ്യലി എവിടെയും സെറ്റിൽ ആവണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം മടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം കാലിഫോർണിയയിലെ ഒരു 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 ബർഗർ ഷോപ്പിൽ കയറിപ്പോയത്. അവിടെ കയറിയപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഷോപ്പിൽ ഹാംബർഗേഴ്സ് വിൽക്കണ ഒരു സിസ്റ്റം അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിപ്പോയി. ഇങ്ങനെയൊക്കെ 2 സഹോദരന്മാർ ചേർന്ന് നടത്തുന്ന സ്ഥാപനമായിരുന്നു. എത്ര ഭംഗിയായിട്ടാണ് അവർ ആ ബിസിനസ് കൊണ്ട് നടക്കണതെന്നുള്ളത്. അത് കണ്ടപ്പോൾ 2 വയസ്സുള്ള ഈ റോയ് ക്രോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇതിനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തോട്ടെന്ന് ചോദിച്ചു. അങ്ങനെ വളർന്നൊരു സ്ഥാപനമാണ് ഇന്നത്തെ നമ്മൾ ഈ ലോകത്തെ എല്ലായിടത്തും കാണുന്ന മക്ഡൊണാൾഡ്സ്. അപ്പോൾ 52ാമത്തെ വയസ്സിലാണ് റോയ് ക്രോക്ക് എന്ന് പറയുന്ന കാലിഫോർണിയയിലെ ഒരാൾ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നത്. അതായത് ഈ മക്ഡൊണാൾഡ്സിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രായം കൊണ്ട് നമ്മളൊരു ചെറുപ്പത്തിൽ തന്നെ അയ്യോ ഞാൻ എവിടെ എത്തിയില്ലല്ലോ, എനിക്ക് എന്ത് പറ്റും, ഇനി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. കാരണം ഈ മിഡ് ലൈഫ് ക്രൈസിസിനെ പറ്റിയിട്ട് വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി പേര് ഞങ്ങളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യണു. അയ്യോ ലൈഫിൽ ഇനി എന്ത് ചെയ്യണം, പുതിയൊരു മാറ്റം വേണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ജീവിതം മടുത്തു പോകുന്നു, ജോലി ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മാറണം, പക്ഷേ ഫാമിലിയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നമ്മളൊരു നല്ലൊരു പ്ലാനോട് കൂടിയിട്ട് ഈ മിഡ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിനെ നമ്മളൊരു പുതിയൊരു മാറ്റത്തിലേക്കുള്ളൊരു ഊർജ്ജമായിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കതിനെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവം, ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടുള്ള എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 30 വയസ്സായിട്ടുള്ളൂ എവിടെ എത്തിയിട്ടില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. ജീവിതം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം സ്കില്ലുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ആരോ പറഞ്ഞ പോലെ നമുക്ക് 10,000 രൂപയുടെ ശമ്പളം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 10,000 രൂപയുടെ വാല്യൂ ആണ് നമ്മൾ മാർക്കറ്റ് പ്ലേസിലേക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ഉയർത്താൻ നോക്കി ഈ അവസരത്തിന്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ആ പ്രതിസന്ധിനെ ഒരവസരമാക്കി മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടാണെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. സോ ഡോണ്ട് ഗിവ് അപ്പ്.